പല സുഹൃത്തുക്കളെ ഇന്ന് പറയാൻ പോകുന്നത് നടൻ ജഗദീഷിനെ കുറിച്ചാണ്. ജഗദീഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു കഥ പറയാനില്ല. ആദ്യത്തെ പടത്തിലേക്ക് തന്നെ എനിക്കൊരു ക്ഷണം ലഭിക്കുകയായിരുന്നു, മൈ ഡിയർ കുട്ടിച്ചാത്തനിലേക്ക്. ഞാൻ ഈ കോളേജ് ക്യാമ്പസുകളിലുള്ള എൻ്റെ സാന്നിധ്യം അറിയിച്ചത് കൊണ്ട് ഇത് കാണിച്ചതാണ്, ചെറിയൊരു ക്ലിപ്പ്. ജഗദീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഇത്ര അറിവും വിവരമുള്ളവർ വേറെ നടനില്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ തന്നെ നോക്കിയാൽ മതി. മമ്മൂട്ടി മോഹൻലാൽ ഇൻ്റർവ്യൂവിനിരിക്കുന്നതും ജഗദീഷ് ഇരുന്നിട്ട് സംസാരിക്കുന്നത് നോക്കിയാൽ മതി. മമ്മൂട്ടി മോഹൻലാലിനൊന്നും ഒരു അവതാരകൻ ചോദിക്കുന്നതിനൊന്നല്ല മറുപടി പറയും, വേറെ എന്തൊക്കെയോ എന്ന മറുപടി പറയും. ജഗദീഷിൻ്റെ അവതാരകൻ ചോദിക്കുമ്പോൾ അതിന് കണക്കായ മറുപടി കൊടുക്കുന്ന ഇൻ്റർവ്യൂ ഞാനിപ്പോൾ മലയാള നടന്മാരോടത്തിൽ ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നടന്മാരിൽ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ജഗദീഷിനെ പോലെ ഒരു അറിവുള്ള ഉള്ള ഒരു ഇൻ്റർവ്യൂ കാണുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത്ര അറിവുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചായിരുന്നു. ഇതിനിടെ ആരും ജയിപ്പിച്ചില്ല അദ്ദേഹം. സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം, ആരോടെ കൂടെ, ഗണേശൻ്റെ കൂടെ ആയിട്ടാണ് തോന്നുന്നു മത്സരിച്ചത്. പക്ഷേ തോറ്റുപോയി. അപ്പോൾ കേരള ജനതയ്ക്ക് നല്ല അറിവും പിന്നെ വിദ്യാഭ്യാസമുള്ള ആളൊന്നും മന്ത്രിയായിട്ട് വേണ്ട, MLA ആയിട്ടൊന്നും വേണ്ട. ഏതെല്ലാം ഏക്കാപ്പൂക്ക ആൾ നിന്നാൽ ജയിക്കും. ഏക്കാപ്പൂക്ക അറിയാത്ത ആൾക്കാർ നിന്നാൽ ജനങ്ങൾ ജയിപ്പിച്ചു വിടും. നോക്കുമ്പോൾ മന്ത്രിയായാലും മന്ത്രിക്ക് ഒരു ചുക്കും ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ ഈ ജഗദീഷിനെ പോലത്തെ ആളെല്ലാം മന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ കേരള ജനതയ്ക്ക് നല്ല ഗുണം കിട്ടും. ഒന്നത് സത്യസന്ധനമാണ്. പിന്നെ ഈ മദ്യപാനം, പുകവലി അങ്ങനെയുള്ള ഒരു ദുശീലങ്ങളില്ല. ഓരോ കാര്യങ്ങളും അറിഞ്ഞിട്ട് ചെയ്യും. കൈക്കൂലി വാങ്ങൂല. ഇദ്ദേഹത്തിലെ മന്ത്രിയാക്കിന് ₹1 പോലും കൈക്കൂലി വാങ്ങൂല ജഗദീശൻ. അതായത് ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും അദ്ദേഹത്തിനെല്ലാം മന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ. പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് പല പല നിയമങ്ങളും കൊണ്ടുവരും. ഇതിപ്പോൾ ഏതെങ്കിലും സിനിമ നടൻ മമ്മൂട്ടി നിന്നാൽ ജയിക്കും, മോഹൻലാൽ നിന്നാലും ജയിക്കും, ഒരു ഉപകാരം ഉണ്ടാവില്ല. അവരെ കൊണ്ടൊന്നും ചെയ്യാനും കഴിയില്ല. കാര്യങ്ങൾ സംസാരിക്കാൻ പോലും ശരിക്കറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ ജഗദീഷിനെ പോലെ ആളെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയൊരു ഉപകാരം കിട്ടും. പക്ഷേ ഇനി അദ്ദേഹം മത്സരിക്കില്ലെന്ന് തോന്നുന്നു. ആ കിട്ടിയ ചാൻസിന് മത്സരിച്ച സമയത്ത് എല്ലാവരും ജയിപ്പിക്കണമായിരുന്നു ജഗദീശനെ. വെച്ചാൽ ഓരോ കാര്യത്തിന് ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേശൻ പല നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സിനൊന്നും ഒരു നിയമവുമില്ല. പ്രൈവറ്റ് ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തുടങ്ങും ഒച്ച.